ഓ, എല്ലാരും സുഖായിരിക്കുന്നോ? നമ്മൾ ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസം രാവിലെ വന്ന് ഈ മാവ് എടുത്ത് നോക്കുമ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ പുളിച്ചു പൊന്തിയിരിപ്പുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? നമുക്ക് അന്നേരം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും സോഫ്റ്റ് ദോശയും നല്ല പേപ്പർ കനത്തിലുള്ള പേപ്പർ ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാവ് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ ഈസിയാണ്. നമ്മുടെ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ വലിയ സയൻസ് ഒന്നുമില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ ഇങ്ങനെ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. കണ്ടോ എന്ത് ഫ്ലഫിയാണ്, നമുക്ക് നല്ല ക്ലൗഡ് പോലത്തെ ഇഡ്ഡലി കിട്ടും കേട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഒരു 5 ഇഡ്ഡലി കഴിക്കും, ഈ ഒരു 10 ഇഡ്ഡലി നമ്മുടെ വയറ്റിലേക്ക് പോകും. അതിലാരും എന്നെ കുറ്റം പറഞ്ഞേക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇത് കണ്ടില്ലേ, മാവ് കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല പുളിച്ച് പൊന്തി. ഈ മാവ് ആക്ച്വലി ഇതിന്റെ പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പാത്രത്തിന്റെ കേട്ടോ. ഇത് ഇവിടം വരെ ഈ മാവ് നിൽക്കുന്നത് നമ്മളുടെ ആ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി എന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ സാധാരണ പച്ചരി. അപ്പം ഇച്ചിരി ക്വാളിറ്റി ഉള്ള പച്ചരി നോക്കി എടുക്കാൻ ശ്രമിക്കുക. ഇതിന്ന് നമുക്കിനിയിപ്പം അളവിന്റെ പാത്രം ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ. ഞാനിവിടെ ഈ പച്ചരി ഇട്ട് വെച്ചിരിക്കുന്ന ഗ്ലാസ് ഈ ഗ്ലാസിന്റെ അളവിലാണ് ഞാനിവിടെ അരിയും ഉഴുന്നും എല്ലാം എടുക്കുന്നത്. ഈ ഗ്ലാസ്സിന് ഒരു 2.5 ഗ്ലാസ് അരി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് പാത്രം അളവിനെടുത്താലും അതിൽ 2.5 എന്നുള്ള അളവ് എടുക്കുക. അതിന് ആനുപാതികമായിട്ട് ഉഴുന്നും ഇടുക. അപ്പൊ ഞാൻ 2.5 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. ഞാനിവിടെ അരി ഉഴുന്നൊന്നും സെപ്പറേറ്റ് കുതിർക്കാറില്ല കേട്ടോ. ഒത്തിരി ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ വേണേലും ചെയ്യാം, പക്ഷെ ഞാനിവിടെ എളുപ്പത്തിന് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് കുതിർക്കുന്നത്. പക്ഷെ എല്ലാ സമയവും എനിക്ക് ഇങ്ങനെ മാവ് നന്നായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കുതിർക്കണം എന്നാണ് പറയുന്നത്. ഇല്ല, അതിന് ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ. ഇനിയിപ്പൊ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഞാൻ 1 ഗ്ലാസ്, 2.5 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, അതിന്റെ കൂട്ടത്തിൽ ഒരു 1/4 അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇത് ഒരു 3-4 തവണ കഴുകണം കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ട് നല്ല മസാജ് ചെയ്ത് തന്നെ കഴുകണം. ഇതിലൊക്കെ ചെളിയും പൊടിയും ഒക്കെ ഉണ്ട്. ഒത്തിരി മായം എല്ലാം ചേർന്ന് നമുക്ക് അരി വരെ കിട്ടുന്ന അല്ലേ. അപ്പൊ ഇത് നന്നായിട്ട് ഒരു 3 തവണയെങ്കിലും വാഷ് ചെയ്തിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഈ അരിയും ഉഴുന്നും ഉള്ള ഈ ഈ സംഭവം മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു വെക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം ഒഴിക്കണം, അത് മുങ്ങി അതിന് മുകളിൽ നിന്നാൽ മതി വെള്ളം. അങ്ങനെ വെള്ളം ഒഴിച്ചിടുക. ഇനി നമുക്ക് വേണ്ടത് അവിലാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്. അവില് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചോറൊന്നും അരച്ചിട്ടേലും നല്ല ഫ്ലഫി ആയിട്ട് ഇതെല്ലാം കിട്ടും. ഞാനിവിടെ അര കപ്പ് അവിലിട്ട് കൊടുക്കുന്നത്. അത് വൈറ്റ് കളറിലെ അവിലോ റെഡ് കളറിലെ അവിലോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ റെഡ് കളറിലെ അവിലാണ് കേട്ടോ. എന്റെ കയ്യിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതെല്ലാം കൂടെ അവിടെ കിടന്ന് ഒരു 4-5 മണിക്കൂർ കുതിരട്ടെ. നന്നായി കുതിർന്ന് കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 മണിക്കൂറോളം കുതിരാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞു. ഞാനിതിനെ അരച്ചെടുക്കാൻ പോവാണ്. ഞാൻ ഗ്രൈൻഡറിലൊന്നും അല്ല അരയ്ക്കുന്നത്, നമ്മുടെ മിക്സിയിൽ തന്നെയാണ് അരയ്ക്കുന്നത്. ഇപ്പൊ നന്നായിട്ട് കണ്ടില്ലേ, നന്നായിട്ട് ആ അവിലൊക്കെ നന്നായി കലങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ അങ്ങ് കുതിർന്നിട്ട് ഇതങ്ങ് പൊടിഞ്ഞു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ബാച്ചായിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നന്നായി അരഞ്ഞിട്ടാണ്ട് 2 ബാച്ചായിട്ട് അരയ്ക്കുക. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു അര കപ്പ് ചോറും കൂടെ ചേർക്കുന്നുണ്ട്. അതും ചുമന്ന ചോറോ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ചോറോ ഏത് വേണേലും ചേർക്കാം. അത് ഓപ്ഷനാണ്. നിങ്ങൾ ചോറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ അവിലിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഞാൻ എങ്കിലും ഒന്ന് ഫെയിൽ പ്രൂഫ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അര കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ച് ആദ്യത്തെ ബാച്ച് അരച്ചു കഴിഞ്ഞു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ഒരു ബാച്ച് കൂടെ ഉണ്ട്, അതുകൂടെ അരച്ച് എടുക്കാം നമുക്ക് കേട്ടോ. അതും കൂടെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് മിക്സിംഗ് ആണ്. അതിന് കൈ നന്നായി കഴുകുക. നല്ല വൃത്തിയുള്ള കൈ കൊണ്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ തവിയിട്ട് ഇളക്കണ്ട, കൈയിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. കണ്ടില്ലേ, ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ചില ആളുകൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കട്ടിക്ക് മാവ് വെക്കാറുണ്ട്. ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് മാവ് എപ്പോഴും വെക്കാറുള്ളത് കേട്ടോ. ഇതെനിക്ക് ദോശയ്ക്കും ഇഡലിക്കും എല്ലാം എനിക്ക് ഈ കൺസിസ്റ്റൻസി മതി. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നമുക്ക് രാവിലെ ഇടണ്ട, തലേ ദിവസം തന്നെ നമ്മൾ ഈ കലക്കി വെക്കുന്ന മാവിന്റെ അകത്ത് തന്നെ ഉപ്പിട്ട് വയ്ക്കാം. ഞാനിതിപ്പോ വൈകിട്ടാണ് അരച്ച് വെക്കുന്നത് കേട്ടോ. നാളെ രാവിലത്തേക്കിനാണ് എനിക്ക് ഇഡലി വേണ്ടത്. ഇതിനകത്ത് എന്തെങ്കിലും കട്ട പോലെ ഉണ്ടെങ്കിൽ ഈ ഉപ്പൊക്കെ കാണും. അതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. കേട്ടില്ലേ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിൽ നല്ല ബാക്ടീരിയാസ് ഇതിൽ കൂടിയിട്ട് ഫെർമെന്റേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കും. ഇത് കണ്ടില്ലേ, ഇനി നമുക്കിത് അടച്ചു വെക്കാം. പിറ്റേ ദിവസം രാവിലെ കണ്ടില്ലേ, ഇതേ കണ്ടില്ലേ, അത് എന്തൊരു ജിഗ്ലിയാന്ന് നോക്കിയേ. എന്റെ മാവ് എന്ത് നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നതെന്ന് നോക്കിയേ.
ഇത് തലേദിവസം രാത്രി ഞാൻ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലത്തെയാണിത്. രാവിലെ ഒരു 7 മണി ആയിട്ടുണ്ട് ഇപ്പം. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊങ്ങിയിരിക്കല്ലേ, ഒരു തവിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ തവിയുടെ ബാക്ക് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അത് എത്ര സൂപ്പർ മാവാന്ന് കാണിക്കാൻ പറ്റും. കണ്ടില്ലേ ആ അതിൽ പിടിച്ചിരിക്കുന്ന കണ്ടോ, ഇതേ കണ്ടില്ലേ, നല്ല പതഞ്ഞ് പൊങ്ങി. ആ പാത്രത്തിൽ എത്ര ഉണ്ടായിരുന്ന മാവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം കണ്ടില്ലേ അതിന്റെ പാത്രത്തിന്റെ മോളി വരെ വന്നു. അത് പ്രോപ്പർ ആയിട്ട് ഫെർമെന്റേഷൻ നടന്നുകൊണ്ടാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് ഇഡ്ഡലിയോ ദോശയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ല സൂപ്പർ ആയിട്ട് കിട്ടും. ഈ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെ ഉണ്ടാവും, ഇതിന്റെ എൻഡ് പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സ്പോഞ്ച് പോലത്തെ ഇഡലി. സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്പോഞ്ച്. നമുക്ക് അത് കൈ കൊണ്ട് ആഞ്ഞൊന്ന് കൊടയാണെങ്കിൽ ഇഡലിയുടെ പകുതി തെറിച്ചു പോകും, അതാണ് സത്യം. അപ്പൊ നമുക്ക് ഇഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ തട്ടിലെ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒത്തിരി ഇട്ട് ഈ മാവിട്ട് ഇളക്കണ്ട കേട്ടോ. മാവ് ഒത്തിരി ഇട്ട് ഇളക്കണ്ട, ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മൾ അതിന് ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാവിൽ എല്ലായിടത്തും ഉപ്പ് കാണും. അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം ഉപ്പിട്ട് വെക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ഉപ്പിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇളക്കുമ്പോൾ ആ മാവിന്റെ ആ ഒരു ടെക്സ്ചർ ഇച്ചിരി ഒന്ന് മാറും. അതുകൊണ്ട് തലേ ദിവസം ഉപ്പിട്ട് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്കിനി ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം. ഇത് ഭയങ്കര ഫ്ലഫി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒത്തിരി നേരം നമ്മൾ വെക്കണ്ട. കണ്ടില്ലേ മാവ് ഒക്കെ നല്ല പ്രോപ്പർ ആയതുകൊണ്ട് നമ്മുടെ ഇഡ്ഡലികൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ എന്തൊരു ഏറിയാന്ന് നോക്കിയേ ആ ഇഡ്ഡലീസ്. കണ്ടോ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ ഇത് കണ്ട് നമുക്കൊരു ദോശയും കൂടെ ഉണ്ടാക്കി നോക്കാം. ഇത് ഞാനിപ്പം നമ്മുടെ കട്ടിയുള്ള ദോശ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. കണ്ടോ ആ ദോശ പാനിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ മാവിന്റെ ആ ഒരു രീതി കണ്ടില്ലേ. ഇനി ഇപ്പൊ അല്പം എണ്ണയും തൂകി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം. ഞാൻ ദോശ കാട്ടിത്തരാം കേട്ടോ. എന്തൊരു സോഫ്റ്റ് ആണ് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ദോശയാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഈ ചട്ടുകത്തിൽ കോരി എടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ദോശ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പേപ്പർ ദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ. കനം കുറച്ച് പരത്തുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല മൂപ്പിച്ച് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചെടുക്കുക. ഇതിൽ ഞാൻ തൊട്ട് കാണിക്കട്ടെ. ഇത് പൊട്ടി പൊട്ടി പോവും, അത്രയ്ക്ക് ക്രിസ്പാണിത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. രണ്ടില്ലേ കണ്ടോ, ഇത് ഒടിഞ്ഞു പോവും, അതുപോലത്തെ ക്രിസ്പിയാണ്. ഇപ്പൊ ഞാൻ പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. ചൂട് ദോശയും വെച്ചിട്ടാണ് എന്റെ ഈ കാട്ടായങ്ങളൊക്കെ. ഇതേ കണ്ടില്ലേ നല്ല ക്രിസ്പി അല്ലേ. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്റെ മക്കൾക്ക് ദോശ ഇങ്ങനെ ആക്കുന്ന ഇഷ്ടം കേട്ടോ. ഞങ്ങൾക്ക് എന്നാ കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം. അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ നല്ല ചൂടാണ്. അപ്പൊ നമ്മുടെ ഇഡലി എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഇഡലി എടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ ആ സ്പൂൺ കൊണ്ട് ഞാനിത് പൊക്കുമ്പോ തന്നെ എന്തൊരു സോഫ്റ്റ് ആണ്. ഇത് പെട്ടെന്ന് പൊട്ടിയും പോകട്ടോ. ഇത് ഈ ഇഡലി ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അത് എത്ര സോഫ്റ്റ് ആണെന്ന് കാട്ടിത്തരാം. നല്ല ചൂടാണ്. ഇത് കണ്ടില്ലേ കയ്യിലിങ്ങനെ വെക്കുമ്പോൾ അതങ്ങ് അമങ്ങി അങ്ങ് പോകും. ഒരു നമ്മൾ സ്പോഞ്ച് കേക്ക് ഒക്കെ പിടിക്കുന്ന പോലെയാണ് കേട്ടോ ഇഡലി. ഇന്നിവിടെ ഒരു ലോഡ് ഇഡലി തീരും കേട്ടോ. നല്ല അടിപൊളി ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ റെസിപ്പി ഞാൻ നാളെ ഇടാം കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഒരു നിത്യേനയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണല്ലോ. എല്ലാവരുടെയും വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ ഏറ്റവും ഹെൽത്തി എന്ന് പറയാവുന്ന ഒരു ഓപ്ഷനുമാണ് ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലിയും ചട്നിയൊക്കെ അല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം. ഇനി ഇഡ്ഡലി അല്ലെങ്കിൽ ദോശമാവ് ഫെയിലായി പോയിന്ന് ആരും കംപ്ലൈന്റ് പറയരുത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ